ഇന്ന് ശരിയാകുന്നത് നല്ല ആരോഗ്യപ്രദമായ ഒരു സ്നാക്കാണ്. സ്നാക്കിൻ്റെ കൂട്ടത്തിൽ പെടുത്താവുന്നതാണ് അവൽ വിളയിച്ചത്. അപ്പോൾ ഈ അവൽ വിളയിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നല്ലത് നല്ല ചെമ്പാവിൻ്റെ അവലാണ്, നല്ല തവിടുള്ള അവൽ. അത് വെച്ചിട്ട് അവൽ വിളയിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ കൂടെ ചേർക്കുന്ന എല്ലാ സാധനങ്ങളും വളരെ വളരെ ആരോഗ്യപ്രദമുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 300 ഗ്രാം അവലെടുത്തിട്ടുണ്ട്. 300 ഗ്രാം അവലിന് 300 ഗ്രാം തന്നെ തേങ്ങയും വേണം, 300 ഗ്രാം തന്നെ ശർക്കരയും വേണം. ശർക്കര ഞാനിങ്ങനെ പൊടിച്ചെടുത്തു, തേങ്ങ ഞാൻ ആവശ്യത്തിനുള്ളത് എടുത്തിട്ടുണ്ട്. പിന്നെ അതിനോടൊപ്പം ചേർക്കാൻ കപ്പലണ്ടി, എള്ള്, കശുവണ്ടി, പൊട്ടുകടല, ഏലക്ക പൊടിച്ചത്, നെയ്യ്. ഇനി ഇതെങ്ങനെയാണ് ശരിയാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ശർക്കര പാനിയാക്കാം. ശർക്കര പാനിയാക്കാൻ ഞാനിവിടെ പൊടിച്ചു വെച്ചിരിക്കുന്ന ശർക്കര ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പാനിയായി കിട്ടും. അത് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാം. ഇത് ഇവിടെ നിന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ വറുത്തെടുക്കാം. അതിനായിട്ട് നമുക്കൊരു പാൻ വയ്ക്കാം. ഈ പാനിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കാരണം ഇതിന് നെയ്യ് നന്നായിട്ടുണ്ടായാൽ മാത്രമേ അവലിന് നല്ല ടേസ്റ്റ് വരികയുള്ളൂ. ഇതിന് നല്ല നെയ്യ് തന്നെ ചേർക്കുകയും വേണം. നെയ്യ് ഒന്ന് ചൂടാവട്ടെ. ഈ നെയ്യ് ചൂടാകുമ്പോഴേക്കും ഇതിനകത്തിലേക്ക് നമുക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കണം. ഇപ്പം നെയ്യ് ചൂടായിട്ടുണ്ട്, നമുക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ട് കുറച്ച് കൂടുതൽ ഇട്ടാൽ അത്രത്തോളം നല്ല ടേസ്റ്റ് കിട്ടും. നമ്മുടെ കയ്യിലുള്ളതനുസരിച്ചിട്ട് ഇടുക. കാഷ്യൂനട്ടിൻ്റെ കൂടെ തന്നെ നമുക്ക് പൊട്ടുകടലയും കൂടി ഇട്ട് കൊടുക്കാം. പൊട്ടുകടല ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. കാരണം പൊട്ടുകടലയുടെ ടേസ്റ്റ് പലർക്കും പല രീതിയിലല്ലേ. എനിക്ക് പൊട്ടുകടലയുടെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചേറെ പൊട്ടുകടല ഇട്ടിട്ടുണ്ട്. അത് ശരിയാകുമ്പോഴേക്കും അതിൻ്റെ അകത്തിലേക്ക് ഈ കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഓൾറെഡി റോസ്റ്റഡ് കപ്പലണ്ടി ആണെങ്കിൽ ഈ നെയ്ക്ക് അകത്തുനിന്ന് കിടക്കുമ്പോഴേക്കും അതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ശർക്കര തിളപ്പിക്കാൻ വെച്ചത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഈ പൊട്ടുകടലയും കശുവണ്ടിയും നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. കപ്പലണ്ടി ഇട്ട് കുറച്ച് ഉണക്കമുന്തിരി നന്നായിട്ട് കഴുകി എടുത്തതാണ്. അത് ഇഷ്ടമുള്ളത്ര ഇടാം. ബ്ലാക്ക് ആണുള്ളതെങ്കിൽ ബ്ലാക്ക് കളറിലിടാം, ഈ മഞ്ഞ കളറിലാണെങ്കിൽ അതിടാം. നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അതിടാം. രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇടാൻ പറ്റും. ഇതൊക്കെ വേഗം ഒന്ന് ഇത് ചൂടായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് എല്ലാം മൂട്ട് കിട്ടും. ഇപ്പോൾ ശർക്കര നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ തീ ഒന്ന് കുറച്ച് വെക്കാം. അത് ചൂടോടെ തന്നെ അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഈ ഉണക്കമുന്തിരിയൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇത് കരിഞ്ഞു പോകരുത്. ഇങ്ങനെ തന്നെ പൊന്തി വരുന്ന സമയത്ത് നമുക്ക് എള്ളിട്ട് കൊടുക്കാം. എള്ളും ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ എള്ളെടുത്തിട്ടുണ്ട്. എള്ള് നമുക്ക് വളരെ നല്ലതായതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന് നല്ലതായതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ ഇട്ടിട്ടുണ്ടാകും. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം കളറ് മാറി ഇതാ നല്ല ഗോൾഡൻ കളറായി.
ഇത്ര മാത്രമേ ആകാൻ പാടുള്ളൂ. ഇത് കരിഞ്ഞു പോകരുത്. ഇത് കറക്റ്റ് വരുവാണ്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. തീ ഓഫ് ചെയ്തു. നമുക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ വിളയിച്ചെടുക്കാം. തേങ്ങ വിളയിക്കാനായിട്ട് വീണ്ടും നമ്മൾ 1 സ്പൂൺ നെയ്യ് ഒഴിക്കുന്നു. 1 ടേബിൾ സ്പൂൺ നെയ്യ് തന്നെ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. ഈ തേങ്ങയുടെ ആ ഒരു വെള്ളമൊക്കെ ഉണ്ടല്ലോ, ആ വെള്ളമൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്യുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. നമുക്കിതിലേക്ക് ചൂടോട് തന്നെ ശർക്കര വെള്ളം ഒഴിക്കാവുന്നത് കൊണ്ടാണ് ഞാൻ ആ ചെറിയ അടുപ്പിൽ തന്നെ ആ ശർക്കര വെച്ചിരിക്കുന്നത്. ഈ തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്തൊക്കെ നമുക്കതെടുത്ത് ഇതിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ ഈ തേങ്ങയുടെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ശർക്കര എടുത്ത് ഒഴിക്കാം. ഇത് അധികം കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത ശർക്കരയാണ്. എങ്കിലും ഞാനൊന്ന് അരിച്ചൊഴിക്കുകയാണിത്. ഇതിനകത്തിൽ ഒട്ടും തന്നെ മണ്ണില്ല. ഇതാ, ഒട്ടും മണ്ണും അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കരയാണ്. എങ്കിലും ഞാനൊന്ന് അരിച്ചൊഴിച്ചു വെറുതെ. എന്തെങ്കിലും ഒരു പൊടി ഉണ്ടെങ്കിൽ പൊക്കോട്ടെ എന്ന് കരുതി. ഇതിന് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഈ തേങ്ങ ഈ ശർക്കരയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് ആ ശർക്കരയുമായിട്ട് അതൊന്ന് നന്നായിട്ട് ഇണങ്ങട്ടെ. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ വറ്റി വരുന്നുണ്ട്. ഒരുപാട് അങ്ങ് വറ്റി പോകരുത്. ഒരു സ്റ്റിക്കി പരുവം ആകുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് അവലിട്ട് കൊടുക്കണം ഇതിലേക്ക്. അതല്ലെങ്കിൽ അവൽ വല്ലാണ്ട് അങ്ങ് മുറുകി പോകും. പിന്നെ അവൽ നന്നായിട്ട് നനഞ്ഞ് വരുത്തുമില്ല. അപ്പോൾ ഇത് ഏകദേശം പരുവാണ്. ഇതിപ്പോൾ കൂടുതൽ കുറുകിയിട്ടുമില്ല. ഈ ഒരു സമയത്ത് നമുക്ക് അവൽ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒരുമിച്ചിടരുത്. ഒരുമിച്ചിട്ടാൽ ചിലപ്പോൾ നമുക്ക് ഇളക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. തീ കുറച്ച് വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് ഈ അവലിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതിലുണ്ടായിരുന്ന ഈ ശർക്കരയുടെ വെള്ളം കറക്റ്റാണ്. ഇനി ഇതിലിരുന്നിട്ട് ഇത് കുറച്ചും കൂടി ഒന്ന് വറ്റി വരും. ഇത് കുഴയാത്ത രീതിയിൽ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് ഒരല്പം വെള്ളത്തിൻ്റെ അംശം നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ശർക്കരയുടെ കൂടെ അവൽ ചേർക്കുമ്പോഴേക്കും അവൽ നന്നായിട്ട് കുതിരുകയും ചെയ്യും. അവൽ ഒരുപാട് കട്ടി പിടിച്ച് പോകത്തില്ല. എല്ലാവർക്കും കഴിക്കാൻ പാകത്തിന് നല്ല സോഫ്റ്റ് ആയിരിക്കും അത്. ഇത് കറക്റ്റാണ് ഇതിൻ്റെ മധുരമൊക്കെ. നമ്മളങ്ങ് ഒരുപാട് മധുരം ആക്കാതെ ഇരുന്നാൽ ഇതിപ്പോൾ ഈ 300 എല്ലാം നമ്മൾ ഈക്വൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 500 ഗ്രാമാണ് എടുക്കുന്നതെങ്കിൽ അത്രയും തന്നെ അളവിന് എല്ലാ സാധനങ്ങളും, അതായത് പിന്നെ ശർക്കരയും തേങ്ങയും ഒക്കെ അതേ അളവിന് തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക്
അളവ് തെറ്റത്തുമില്ല, മധുരം കൂടത്തുമില്ല. അഥവാ ഇനി ഒരുപാട് മധുരം വേണമെന്നവർക്കാണെങ്കിൽ കുറച്ച് ശർക്കരയോടൊക്കെ ചേർക്കാം. ഈ അളവിനെടുക്കുന്ന ശർക്കരയ്ക്കാകുമ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റും. അത്യാവശ്യം ഡയബറ്റിക് ഒക്കെ ഉള്ളവർക്കും കഴിക്കാം കേട്ടോ. ചെറുതായിട്ടൊക്കെ കൊടുക്കാം അവർക്കും, കാരണം ഇതെല്ലാം നല്ല ഹെൽത്തി സാധനം ആയതുകൊണ്ട് തന്നെ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. അതൊരു 1 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. ഇതിന് ഏലക്കപ്പൊടി ഇച്ചിരി മുന്തി നിൽക്കുന്നത് നല്ലതാണ്, നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. നല്ല സോഫ്റ്റായ അവൽ വിളയിച്ചത് ഇവിടെ ശരിയായിട്ടുണ്ട്. ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും കറക്റ്റാണ്. നട്ട്സൊക്കെ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കുറച്ച് കൂടുതൽ കിടക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ വളരെ ഇഷ്ടപ്പെടും. ഇത് നമുക്ക് ഇങ്ങനെ ശരിയായി ഈ അവൽ ശർക്കരയിൽ ഇങ്ങനെ നന്നായിട്ട് വിളഞ്ഞ് വന്നതുകൊണ്ട് ഇത് നമുക്കൊരു 3-4 ദിവസം വരെ ഇതേ ടേസ്റ്റിൽ നമുക്ക് പുറത്ത് വെച്ചിരിക്കാൻ പറ്റും. അതിൽ കൂടുതൽ വെക്കാൻ പറ്റില്ല. അതിൽ കൂടുതൽ വെച്ചിരുന്നാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. പിന്നെ നമുക്ക് കഴിക്കാനൊരു ഇഷ്ടം തോന്നില്ല. അപ്പോൾ ഇത് തണുക്കുന്ന ഉടനെ തന്നെ നമ്മൾ കുറച്ചെടുത്ത് അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബാക്കി ഒരു 2-3 ദിവസം കഴിക്കാനുള്ളത് നമ്മൾ പുറത്ത് വെച്ചിരുന്നാൽ നമ്മൾ ശരിയാക്കിയത് അതേ ടേസ്റ്റോടെ തന്നെ നമുക്ക് ഫ്രിഡ്ജിലിരിക്കുകയും ചെയ്യും. 2-3 ദിവസം നമുക്ക് പുറത്ത് വെച്ച് കഴിക്കാനും പറ്റും. വളരെയേറെ ഗുണം ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഇതിനകത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഈ അയൺ ഡെഫിഷ്യൻസിയും രക്തക്കുറവും ഒക്കെ ഉള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു സ്നാക്കാണിത്. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ശരിയാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു, ബൈ.